സിവിൽ സർവീസ് പരിശീലനത്തിന് ഒരുങ്ങുമ്പോൾ ചില വിദ്യാർത്ഥികൾ ഇന്ത്യൻ സിവിൽ സർവീസിലെത്തുന്നു, മറ്റു ചില വിദ്യാർത്ഥികൾ സിവിൽ സർവീസിലെത്തുന്നില്ല. എന്താണ് ഇതിന് കാരണം? ചിലർ വർഷങ്ങൾ ശ്രമിച്ചാലും അവർക്ക് സിവിൽ സർവീസിലേക്ക് പരീക്ഷ പാസ്സാവാൻ സാധിക്കുന്നില്ല. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വ്യക്തമായൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കണം. പഠന രീതിയിലും വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് പഠിക്കണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ മെറ്റീരിയൽസ് മാത്രം പഠിക്കുക. ചില വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഒരുപാട് വൈഡായിട്ട് വായിക്കും, ആവശ്യമില്ലാത്ത ബുക്സ് വായിക്കും. അപ്പോൾ ഇവർക്ക് പൂർണ്ണമായിട്ടും സിലബസ് തീർക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആവശ്യമായ കണ്ടൻറ്റ് കൃത്യമായിട്ടും പഠിച്ച് എത്തുക എന്നുള്ളത് പ്രധാനമാണ്. കാര്യം ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് UPSC ചോദിക്കുന്നത്. അപ്പോൾ അത് നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള പോയിൻറ്റ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസൊക്കെ നിജപ്പെടുത്തുക. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് വായിക്കാൻ 1, 2, 3 ടെക്സ്റ്റുകൾ മതി, സ്റ്റാൻഡേർഡ് ബുക്സ് മതി. അപ്പോൾ അത് കൃത്യമായിട്ടും വ്യക്തതയോടുകൂടി പഠിക്കുക. 2, ഡെയിലി ഹാബിറ്റ്സിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒന്നാണ് മാക്സിമം MCQs. നമ്മുടെ പ്രിലിമിനറി എന്ന് പറയുന്ന MCQ മോഡലാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം ചോദിക്കും, 4 ഓപ്ഷൻ ഉണ്ടാവും, ശരിയായ ഉത്തരം നമ്മൾ കൃത്യമായിട്ടും മാർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ആ ഒരു MCQs 25 ക്വസ്റ്റ്യൻസ് എങ്കിലും ഡെയിലി ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ CSAT പ്രിപ്പറേഷന് വേണ്ടി കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. CSAT എന്ന് പറയുമ്പോൾ ചിലർ മാത്സ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ പ്രിപ്പറേഷൻ സമയത്തിൻ്റെ 30% കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കുക. പത്രത്തിലൊരു ക്യൂ മാത്രമേ കിട്ടത്തുള്ളൂ, ഒരു ക്ലൂ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അത് ഡെപ്തിൽ പോവുക. ഇപ്പോൾ പത്രത്തിൽ മണി ലോണ്ടറിങ് എന്നുള്ള ഒരു കീ ടേം കാണുകയാണെങ്കിൽ എന്താണ് മണി ലോണ്ടറിങ് ആക്ട്, ഇതെങ്ങനെയാണ് എക്കണോമിയെ സ്വാധീനിക്കുന്നത്, മണി ലോണ്ടറിങ് എങ്ങനെയാണ് എക്കണോമിയെ സ്വാധീനിക്കുന്നത്, ആ ഡെപ്തിലേക്ക് നമ്മൾ പോകണം. ഒപ്പം വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ്, ക്ലൗഡ് ബേസ്റ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്, ഏത് തരത്തിലുള്ള മേഘങ്ങളാണ് അവിടെ രൂപപ്പെട്ടത്, ഈ രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു പോവുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ടെസ്റ്റ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പ്രിലിം ഓറിയൻറ്റഡ് ആയിട്ട് ടെസ്റ്റ് സീരീസുകൾ ചെയ്യുക. മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. നിങ്ങൾ മെയിൻ എഴുതുന്നതിന് മുമ്പായിട്ട്, ആ സമയത്ത് മാത്രം ചെയ്താൽ പോരാ, അതിന് വളരെ നേരത്തെ തന്നെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യുകയും അത് ഒരു മെൻറ്ററെ കാണിച്ച് മെൻറ്ററുടെ കയ്യിൽ നിന്ന് അത് ഇവാലുവേറ്റ് ചെയ്ത് വാങ്ങുകയും വേണം. നിങ്ങളെ സംബന്ധിച്ച് ടോപ്പേഴ്സിൻ്റെയൊക്കെ ആൻസർ ഷീറ്റ് നെറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മോഡൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നില്ല. അബ്സല്യൂട്ടിൻ്റെ ടെലഗ്രാം ചാനലിലേക്ക് പോവുകയാണെങ്കിൽ https:/t.me/absolute-IAS Academy എന്ന് കൊടുത്താൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും. അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് അബ്സല്യൂട്ട് IAS Academy എന്ന് അടിച്ചാലും നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാം. അതിൽ നിരവധി മോഡൽ ആൻസേഴ്സ് നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ ആ മോഡലിൽ ആൻസേഴ്സ് എഴുതുക. GSൻ്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാക്സിമം കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓപ്ഷൻ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് എഴുതാൻ ശ്രമിക്കുക. ഓപ്ഷണലിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെസ്റ്റ് സീരീസിൽ പങ്കെടുത്ത് ഡെപ്തിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ പഠനം പോകേണ്ടത്. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, മെൻറ്ററുമായിട്ട് കണ്ടിന്യൂസ് ഇൻറ്ററാക്റ്റ് ചെയ്യുക. അപ്പം ഡെയിലി ഹിന്ദു പേപ്പർ അതിൻ്റെ അനാലിസിസ് അതിൽ അറ്റൻഡ് ചെയ്ത് നോട്ട് തയ്യാറാക്കുകയും വേണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്താൻ സാധിക്കും. പാരലലി ചെയ്യേണ്ടത് മാഗസിൻ റീഡിംഗ് ആണ്. യോജന, കുരുക്ഷേത്ര, ന്യൂ ഇന്ത്യ സമാചാർ, ഈ 3 മാഗസിനും വായിക്കുക. ഇതിൽ യോജനയും ന്യൂ ഇന്ത്യ സമാചാറും മലയാളത്തിലും ലഭ്യമാണ്. അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് മാഗസിനും കഴിഞ്ഞ വർഷം ഒരുപാട് വിദ്യാർത്ഥികൾ അബ്സല്യൂട്ടിൽ പുതിയ ബാച്ചിൽ ചേർന്നതിനുള്ള ഒരു കാരണം അവർ അബ്സല്യൂട്ടിൻ്റെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഫോളോ ചെയ്തിരുന്നു. നമ്മുടെ ടെലഗ്രാം ചാനലിലിടും. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രിലിമിന് വന്നു, അതുകൊണ്ട് ഞങ്ങൾ അബ്സല്യൂട്ടിൽ ചേരുന്നു എന്ന് പറഞ്ഞ് ചേർന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ ക്യാൻഡേ ക്യാപ്സ് ഇത് 2 ഇടുന്നുണ്ട്. ഇത് 2ഉം ഫോളോ ചെയ്യുക. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ സിവിൽ സർവീസിൻ്റെ ഭാഗമാകും. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വിജയാശംസ.